തീരദേശ മണ്ണിലും തുവരപ്പരിപ്പ് വിളയിച്ച് ദമ്പതികൾ. മതിലകം പോലീസ് ക്വാർട്ടേഴ്സിന് പടിഞ്ഞാറ് വശം കുഴിക്കണ്ടത്തിൽ നൌഷാദ് ഷംല ദമ്പതികളുടെ പുരയിട കൃഷിയിടത്തിലെ തുവരപ്പരിപ്പ് വിളഞ്ഞു നിൽക്കുന്നു. വിത്ത് പാകി മുളപ്പിച്ച പരിപ്പ് തൈകളിൽ 5 എണ്ണമാണ് വളർന്നു വലുതായി വിളവ് നൽകിയിരിക്കുന്നത്. അതും വെറും 8 മാസം കൊണ്ട്. ആട്ടിൻ കാഷ്ടവും മൂത്രവുമായിരുന്നു വളം. പുതുമയുള്ള അപൂർവ കാഴ്ചയാണെങ്കിലും സമ്മിശ്ര കൃഷിയുടെ വൈവിധ്യവും ഇവരുടെ വിസ്തൃതമായ കൃഷിയിടത്തിൽ കാണാം. കോളിഫ്ലവർ, കാബേജ്, ചീര, പച്ചമുളക്, തക്കാളി, ചുരക്ക, പടവലം, പീച്ചിങ്ങ, കുമ്പളം തുടങ്ങിയ ഇനങ്ങളെല്ലാം നല്ല നിലയിൽ വളർന്നു വരുന്നുണ്ട് ഇവിടെ. ആടുകളും കോഴികളും മീനുകളുമുണ്ട്. വർഷങ്ങളായി ഇത് തുടരുന്നു. വളം 2-3 വട്ടം വളം ചെയ്തു. ആദ്യം വെച്ചപ്പോൾ തന്നെ ആട്ടുംകാട്ട ഇട്ടിട്ട് വെച്ചതാണ്. അതിനുശേഷം കുറച്ച് വലുതായതിനു ശേഷം വീണ്ടും ആട്ടുംകാട്ടം തന്നെ. ഇപ്പോൾ ലാസ്റ്റ് കോഴിക്കാട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് മിക്സായിട്ട് ഈ ആട്ടുമൂത്രം വെള്ളവും കൂട്ടി മിക്സാക്കി ഇങ്ങോട്ട് ഒഴിക്കും. കൃഷിഭവൻ നമുക്ക് തരുന്ന പച്ചക്കറി തൈകൾ, കോളിഫ്ലവർ തൈ 100 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവിടുത്തെ സ്റ്റാഫുകൾ വന്ന സമയത്ത് ഞങ്ങൾ ഈ തൈകൾ കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട്. പരിപ്പിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ പീച്ചിങ്ങ, പച്ചമുളക്, ചുരക്ക, പടവലം, കുക്കമ്പർ, പച്ചക്കറി എല്ലാം ഒരുവിധമുണ്ട്. നൌഷാദിന്റെ പിതാവും ക്ഷീരകർഷകനുമായ അബ്ദുൽ ഖാദർ, മാതാവ് നഫീസ, മതിലകം സ്കൂളിലെ ബാലകർഷക അവാർഡിന് അർഹരായിട്ടുള്ള മക്കൾ മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് ഫയാസ് എന്നിവരും പുരയിട കൃഷിയിലെ സഹായികളാണ്. തീരദേശ മേഖലയിൽ ആദ്യമായാണ് തുവരപ്പരിപ്പ് വിളവ് കാണുന്നതെന്ന് മതിലകം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NB നന്ദകുമാർ പറഞ്ഞു. ജോലിയുടെ ഭാഗമായി പല സ്ഥലത്ത് സന്ദർശിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ബ്ലോക്കുകളിലെ പാടശേഖരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ പരിപ്പ് കൃഷി കാണുന്നുണ്ട്. കൂടുതലായിട്ട് കോയമ്പത്തൂർ ഭാഗങ്ങളിലും തമിഴ്നാട് ജില്ലയിലെ ഭാഗങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇതൊരു തുവരപ്പരിപ്പ്, ഫസ്റ്റ് ക്വാളിറ്റിയുള്ള തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പ് എന്ന് പറയുന്ന പരിപ്പായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ആദ്യമായിട്ട് കണ്ടതാണ്. കർഷക സംഘം കമ്മിറ്റി അംഗങ്ങളായ PH അമീർ, P അജിത് കുമാർ എന്നിവരും കൃഷിയിടം സന്ദർശിച്ചിരുന്നു. TCV കയ്പമംഗലം.